ഒരു പ്രൊഫഷണൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാം. ചിത്തിര വിമൻസ് അക്കാദമി. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. കണിയമ്പുറം മാനവനിലയം 75ാം വാർഷികാഘോഷം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. മലയാള സിനിമാ രംഗത്തെ മികച്ച ലൊക്കേഷനുകളിൽ ഒന്നായ കണിയമ്പുറം മാനവ നഗറിലെ മാനവനിലയത്തിന്റെ 75ാം വാർഷിക ആഘോഷം നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ ലാൽ ജോസ്, സിനി ആർട്ടിസ്റ്റ് മഹേഷ്, കലാമണ്ഡലം ഗിരിജ, ഡോക്ടർ ശാലിനി, ഹരികൃഷ്ണൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കുടുംബാംഗങ്ങൾ ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് നൃത്തഹർഷം എന്ന വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അപർണ വിനോദ് മേനോൻ നയിച്ച സോളോ ഭരതനാട്യം ചടങ്ങിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു. ബാംഗ്ലൂർ താരംഗ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ഭരതനാട്യം ഗ്രൂപ്പ് പെർഫോമൻസും കൃഷ്ണ പ്രവീണും സംഘവും നയിച്ച തായം പകയും, വരുൺ മേനോൻ ഇലക്ട്രിക്കൽ ഗിറ്റാർ പെർഫോമൻസ്, സിദ്ധാർത്ഥ് മേനോന്റെ ഹിന്ദുസ്ഥാനി വോക്കൽ എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ചടങ്ങിൽ മാനവനിലയത്തിന്റെ കുടുംബനാഥനായിരുന്ന സി രവീന്ദ്രനാഥിനെ അനുസ്മരിക്കുകയും ചെയ്തു. പോകുന്ന ഒരു ഷോട്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ട് അത്ഭുതത്തോടു കൂടി കണ്ടു വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഉദ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമ ഇതേ വീട്ടിൽ ഒരു 10-20 ദിവസം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെയുള്ള എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മമ്മൂക്കയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും സുമാരി ചേച്ചിയും ഒക്കെ ആയിട്ട്, കാവേരി, ബിജു മേനോൻ ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഇപ്പോഴും ഭയങ്കര ഓർമ്മയുണ്ട്. പിന്നെ കാലം പിന്നെയും കടന്നുപോയി. ഞാനൊരു സംവിധായകനായി എൻ്റെ മീശമാധവൻ എന്ന് പറയുന്ന സിനിമ ഈ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിനകത്താണ് മാളച്ചേട്ടൻ ആ ചാക്കിൽ